അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ സൗദിയിലെ പ്രവാസിയോട് വീണ്ടും ഓർമ്മിക്കട്ടോ. സൗദി അറേബ്യ ജോലി ചെയ്യുന്ന കമ്പനി ജോലി ചെയ്യുന്നവരുണ്ട്, മോസസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നവർക്കുണ്ട്. എക്സിറ്റ് സ്പോൺസർ നോർമലായിട്ട് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ഷനിൽ കാണിക്കും നിങ്ങളിപ്പോൾ കാരി പോകേണ്ട കാലാവധി. ഇക്കാമയിൽ എത്ര വാലിറ്റി ഉണ്ടോ അതിനനുസരിച്ചാണ് കാരി പോകേണ്ട കാലാവധി ആപ്ഷനിൽ കാണിക്കുക. എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാതെ ഇക്കാമ എക്സ്പയറായി എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ച ഒരുപാട് പേരുണ്ട്. ഒരാഴ്ച മുമ്പ് വരെ ഇപ്പം ഇതേപോലെ എക്സിറ്റ് അടിച്ചിട്ട് ശ്രദ്ധിക്കാതെ എയർപോർട്ടിൽ പോയി അവിടെ തിരിച്ചയച്ചു. കാരണം എയർപോർട്ടിൽ എത്തിയും പറഞ്ഞു എൻ്റെ ഇക്കാമ എക്സ്പയർ ആയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ലഗേജ് ബോഡി മാസം എടുത്ത് ലഗേജും വിട്ടു. ആ ലഗേജ് ഇനി തിരിച്ചു വരുന്നവരെ അദ്ദേഹത്തിന് കാത്തിരിക്കണം. കാരണം എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇക്കാമേൻ്റെ കാലം അനുസരിച്ചാണ് കയറി പോകേണ്ട കാലാവധി. അതിൻ്റെ കറക്റ്റ് സമയത്ത് കയറി പോവുക. അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് മടക്കി അയക്കും. കമ്പനി പറയും അത് പ്രശ്നമില്ല, പഴയ 60 ദിവസം നിൽക്കാം. അത് പഴയ കാലത്തെ ഇതായിരുന്നു 60 ദിവസം നിൽക്കുന്നത്. നിങ്ങളുടെ ഇക്കാമയുടെ വാലിറ്റി അനുസരിച്ചാണ് നിങ്ങൾ കയറി പോകേണ്ട കാലാവധി കണക്കുക എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ. അല്ലാതെ നിങ്ങൾ പോയാൽ എയർപോർട്ടിൽ നിങ്ങൾ തിരിച്ചയക്കും, നിങ്ങൾ ടിക്കറ്റ് നഷ്ടമാകും. പിന്നെ ലഗേജ് ബോഡി മാസ് എടുത്ത് ലഗേജ് വിട്ട് കഴിഞ്ഞാൽ ലഗേജ് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ലഗേജ് കിട്ടുന്ന 2-3 ദിവസം വീണ്ടും തിരിച്ചു വരുന്നവരെ കാത്തിരിക്കണം. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് കയറി പോവുക. ആപ്ഷനിൽ കയറി പോകേണ്ട കാലാവധി. വീട്ടിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, കമ്പനി ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, മോസസിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.